ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് സോണിയ. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 ജാനുവരിയിലായിരുന്നു. അതിനു മുന്നേ ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിവ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കൃപാസനം എന്താണെന്നൊന്നും എനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കവേ എനിക്ക് കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എനിക്ക് ഫാമിലിയിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി. ഞാൻ ഒരു ഡിപ്രഷൻ, ആങ്സൈറ്റി ആ സ്റ്റേറ്റിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കവേ എനിക്ക് 2014 ഞാൻ എൻ്റെ പഠനം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് തുടർന്ന് പഠിക്കണം എന്നുള്ളൊരാഗ്രഹം ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ പഠിക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് കൂടി ഞാൻ പഠിക്കാൻ ഇറങ്ങി. എനിക്ക് കൂടുതൽ ഇഷ്ടം മെഡിക്കൽ ഫീൽഡായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ബന്ധപ്പെട്ട് ഞാൻ കുറേ കോഴ്സൊക്കെ അന്വേഷിച്ച് ഞാൻ ഇവിടെ വന്നു. മേരി ആൻറ്റി വഴിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ആദ്യം വന്ന ദിവസം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു മൈൻഡോട് കൂടിയാണ് ഞാൻ ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് ഇത് മാത്രമേ ചോദിച്ചുള്ളൂ, മാതാവ് എനിക്ക് മുന്നോട്ട് പഠിക്കണം, അതിനൊരു വഴി നീ കാണിച്ചു തരണമെന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ പോകുന്ന വഴിക്ക് എനിക്കൊരു കോള് വന്നു. ഇങ്ങനെ ഒരു കോഴ്സുണ്ട്, അതായത് നഴ്സിംഗ് ആണ്, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ആണ്, താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ കുറേ കോളേജസിൽ പോയി, ട്രിവാൻഡ്രത്ത് തന്നെ പോയി അന്വേഷിച്ച് നോക്കി. അങ്ങനെ ഒരു കോളേജ് എനിക്ക് കിട്ടി. ഞാൻ ആപ്ലിക്കേഷൻ ഇട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി. ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. അതിനുശേഷം ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഇത്രയും വർഷത്തെ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് എനിക്ക് പെട്ടെന്നൊന്നത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഭയങ്കര നെർവസായി. എനിക്ക് പഠിക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ല, ഒന്നും മനസ്സിലാകാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം പിന്നീട് വന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഞാൻ അന്ന് തന്നെ ഉടമ്പടി എടുത്ത് എൻ്റെ നിയോഗത്തിൽ ഞാൻ വെച്ച ആദ്യത്തെ കാര്യമായിരുന്നു ഇത്. ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ മാതാവിനോട് ആദ്യം ബൈബിൾ തുറന്ന് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് കിട്ടുന്ന വചനങ്ങളനുസരിച്ച് ഞാൻ മുന്നോട്ട് പോയി. അതനുസരിച്ച് പ്രാർത്ഥിച്ചു, പഠിച്ചു, പരീക്ഷ എഴുതി. ഞാൻ എക്സാം ഹാളിൽ പോകുമ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എങ്ങനെ എഴുതും, ക്വസ്റ്റ്യൻ എന്താണ്, ഒന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ പോകുമ്പോഴൊക്കെ കാശുരൂപവും ഉപ്പും ഞാൻ കൊണ്ടുപോകും. കാശുരൂപം എൻ്റെ ഡ്രസ്സിൽ ഞാൻ പിൻ ചെയ്താണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഉപ്പ് ഞാൻ അവിടെ പോയി എക്സാം ഹാളിൽ വിതറും, എൻ്റെ പേപ്പേഴ്സിൽ വിതറും. ഞാൻ ഇരിക്കുന്ന സീറ്റിൽ ഇട്ടിട്ടാണ് ഞാൻ എക്സാം എഴുതുന്നത്. ഞാൻ എക്സാം എഴുതാൻ പോകുമ്പോഴും ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഞാൻ എഴുതാൻ പോകുമ്പോഴും ഞാൻ മാതാവിനോട് ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, ഇനി ഈ എക്സാം എഴുതാനായിട്ട് എന്നെ നീ ഇവിടെ കൊണ്ടിരുത്തല്ലേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അതുപോലെ മാതാവ് ഒരു എക്സാം പോലും ഞാൻ പിന്നീട് അവിടെ പോയിരുന്ന് എഴുതാനായിട്ട് എന്നെ കൊണ്ടിരുത്തിയിട്ടില്ല. കാരണം ഫസ്റ്റ് ഇയറിൽ ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സെക്കൻഡ് ഇയർ പിന്നീട് എനിക്ക് അങ്ങോട്ട് നല്ല മാർക്കോടുകൂടി പാസ്സാകാനായിട്ട് സാധിച്ചു. അങ്ങനെ തേർഡ് ഇയർ എത്തിയപ്പോൾ കോളേജസിൽ നിന്ന് മാഡം പറഞ്ഞു, ഇങ്ങനെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പഠിച്ചതുപോലെയല്ല, നല്ല ടഫാണെന്നൊക്കെയാണ് പറയുന്നത്, അപ്പോൾ കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറേ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ തേർഡ് ഇയറിൻ്റെ ഈ കാര്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഞാൻ മേരി ആൻറ്റിയോട് പറഞ്ഞു. അപ്പോൾ ഓരോ എക്സാം എഴുതാൻ വരുമ്പോഴും ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ബ്ലെസ്സിങ് വാങ്ങിച്ച് കാശുരൂപമായിട്ടാണ് പോകാറുള്ളത്. അങ്ങനെ ഞാൻ തേർഡ് ഇയർ എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ ഞങ്ങൾ കൂടെ പഠിക്കുന്ന 20 പേരുണ്ട് ഒരു ബാച്ചിൽ. അപ്പോൾ 16 പേരാണ് ആ എക്സാം എഴുതാനുള്ളത്. അപ്പം 16 പേര് എഴുതുന്നതിൽ ഞാൻ ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞു, ഞാൻ എല്ലാ മാസവും അവർക്ക് പത്രം കൊടുത്തിട്ട് മാതാവിനെക്കുറിച്ചും കൃപാസനത്തിനെക്കുറിച്ചുമൊക്കെ ഞാൻ അവരോട് പറയാറുണ്ട്. ഞങ്ങളുടെ ബാച്ചിൽ 2 പേര്, ഞാനും വേറൊരു കുട്ടി അല്ലാതെ ബാക്കി എല്ലാവരും മുസ്ലിംസും ഹിന്ദുക്കളുമായിരുന്നു. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊരു വലിയ ഐഡിയ ഇല്ലായിരുന്നു. എന്നാലും ഞാൻ മാതാവിനെക്കുറിച്ച് അവർക്ക് കൂടുതലായിട്ട് പറഞ്ഞു കൊടുത്ത് അവർക്ക് എല്ലാ മാസവും പത്രം ഞാൻ കൊടുക്കും. ഞാൻ ആദ്യത്തെ മാസം പത്രം കൊടുത്തപ്പോൾ 2ാമത്തെ മാസം മുതൽ അവരെന്നോട് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി പത്രം എവിടെയെന്ന്. അപ്പോൾ അവരത് ക്ലാസ്സിൽ ഇരുന്ന് വായിക്കും, തിരിച്ച് അതിനനുസരിച്ച് നമ്മൾ പരസ്പരം ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് സംസാരിക്കാറുണ്ടായിരുന്നു.
അപ്പോൾ തേർഡ് ഇയറിൽ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാനിങ്ങനെ മേരി ആൻറ്റിയോട് കാര്യം പറഞ്ഞപ്പോൾ ആൻറ്റി ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. പിന്നെ അച്ഛൻ്റെ പുസ്തകം മറിയത്തിൻ്റെ സുവിശേഷം എന്ന പുസ്തകം ഞാൻ ഒരു 10-15 വാങ്ങിച്ചു. ഒപ്പം കാശുരൂപവും വാങ്ങിച്ചു, പത്രവും വാങ്ങിച്ചു. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ എല്ലാ ബാച്ചിലെ എല്ലാ കുട്ടികൾക്കും ഞാൻ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നാൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തി കൊള്ളാമെന്നും ഞാൻ നേർന്നിരുന്നു. അങ്ങനെ എക്സാം ഹാളിൽ പോയി പരീക്ഷ എഴുതി. എല്ലാവരും പരീക്ഷ എഴുതി, പക്ഷേ നല്ല ടഫായിരുന്നു. ആർക്കും ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ആ പരീക്ഷ എഴുതിയതിൽ. പിന്നെ എക്സാം റിസൾട്ടായി. കഴിഞ്ഞ മാസമായിരുന്നു ഞങ്ങൾക്ക് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. ട്രിവാൻഡ്രത്ത് തന്നെ KNMCയുടെ അണ്ടറിൽ എക്സാം എഴുതിയ കോളേജസിൽ, അതായത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, ജനറൽ ഹോസ്പിറ്റൽ, അങ്ങനെ പ്രൈവറ്റ് സെക്ടറിലെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള കുട്ടികൾ എല്ലാവരും എക്സാം എഴുതിയതിൽ എൻ്റെ കോളേജിൽ മാത്രമാണ് ഫുൾ പാസ്സായത്. മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ ഈ നിമിഷം 1000 നന്ദി പറയുന്നു. എന്നോടൊപ്പം പഠിച്ചെഴുതി എല്ലാവരും ഒരു ദിവസം മാതാവിനടുത്ത് വന്ന് സാക്ഷ്യപ്പെടുത്തി കൊള്ളാമെന്നും അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്, എനിക്ക് കഴിഞ്ഞ ഓഗസ്റ്റിൽ, ഞാൻ തേർഡ് ഇയർ പഠിക്കുമ്പോൾ ഓഗസ്റ്റിൽ എനിക്ക് പെട്ടെന്ന് ഒരു നടുവേദന വന്നു. അപ്പോൾ ഞാനത് കാര്യമാക്കിയില്ല. ഞാൻ കരുതി വല്ല യൂറിൻ ഇൻഫെക്ഷൻ്റെ ആയിരിക്കും എന്ന് കരുതി ഞാനത് കാര്യമാക്കിയില്ല. നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു 2 ആഴ്ച വരെ ഞാനത് കൊണ്ട് നടന്നു. എനിക്ക് ഒട്ടും പറ്റാതായപ്പോൾ ഞാൻ ടോട്ടലി ഒരു ബെഡ് റിഡനായി. എനിക്ക് പരസഹായമില്ലാതെ എഴുന്നേൽക്കാൻ പറ്റില്ല, കാല് നിലത്ത് വെച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നപ്പോൾ ഞാനങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത്, MRI എടുത്തിട്ട് പറഞ്ഞത് എനിക്ക് ഡിസ്ക് ബൾജ് ഉണ്ടെന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടർ തന്ന ഗുളികയും വാങ്ങിച്ചു. അത് കഴിച്ചിട്ടും എനിക്കൊരു കുറവ് എനിക്ക് തോന്നിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം മാതാവിൻ്റെ ജപമാല റാലി വരുന്നുണ്ട്. അപ്പോൾ എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ നിയോഗത്തിൽ ഞാൻ എൻ്റെ ഈ പ്രശ്നം വെച്ചു പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഞാൻ എൻ്റെ ജപമാലയിൽ ഈ മാതാവിൻ്റെ നേർച്ച തൈലം എടുത്ത് തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ അന്ന് ജപമാല റാലിയുടെ അന്ന് ഞാൻ വന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നു. ജപമാല റാലി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുന്നവരെ എനിക്ക് നടുവേദന എന്താണെന്ന് പോലും വന്നിട്ടില്ല. കാരണം ഞാൻ നടക്കുന്നതിൻ്റെ ആ ഒരു കാലിൻ്റെ ഒരു കഴുപ്പ് മാത്രമല്ലാതെ വേറെ ഒരു വേദനയും, നടുവിലോട്ട് ഒരു വേദനയും ഞാൻ അന്ന് അനുഭവിച്ചില്ല. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല മാതാവ് എന്നിലൂടെ ഇത്രയും അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ അറിയിക്കുന്നു. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ കോളേജിൽ പോകുന്ന വഴിക്ക് എനിക്ക് രാവിലെ ഞാൻ 6:30ക്കാണ് കോളേജിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് കറക്റ്റ് സമയത്ത് ചൊല്ലാൻ പറ്റാറില്ലായിരുന്നു. ഞാനൊരു 6 മണിക്കൊക്കെയാണ് ചൊല്ലുന്നത്. അപ്പോൾ പ്രതീക്ഷീകരണ പ്രാർത്ഥന പക്ഷെ ഞാൻ മുടക്കാറില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ കോളേജിൽ പോകുന്ന വഴിക്കാണ് അച്ഛൻ്റെ ധ്യാനവും പിന്നെ ഡെയിലി ബ്രെഡും കാണുന്നത്. ആ ഡെയിലി ബ്രെഡിൽ ഞാൻ എന്താണോ എൻ്റെ മനസ്സിൽ എൻ്റെ ആവശ്യം അതെല്ലാം മാതാവ് അച്ഛനിലൂടെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താണോ എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ, എന്നാണ് ഞാൻ എൻ്റെ വിഷമം എന്നുള്ളത് ഞാൻ ആ ഡെയിലി ബ്രെഡ് കാണുമ്പോൾ എനിക്കതിനൊരു സൊല്യൂഷൻ കിട്ടാറുണ്ടായിരുന്നു. അതെനിക്ക് വലിയ ഒരു ആശ്വാസമായിരുന്നു. ഞാൻ ഈ ഡെയിലി ബ്രെഡും മാതാവിൻ്റെ അച്ഛനോടുള്ള ഈ ധ്യാനവും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും എനിക്കറിയാവുന്ന എല്ലാവർക്കും ഞാൻ എല്ലാ ദിവസവും ഷെയർ ചെയ്ത് കൊടുക്കും. അവരോട് മാതാവിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അതിനുശേഷം ഞാൻ അച്ഛൻ ഒരു ദിവസം ഡെയിലി ബ്രെഡിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, 5:30ക്കുള്ള ആ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിങ്ങൾ 5:30 തന്നെ ചൊല്ലണം, അതാണ് ടൈമിംഗ് എന്ന് പറഞ്ഞ് അച്ഛൻ ഒരു ഡെയിലി ബ്രെഡിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, അയ്യോ ഞാൻ 5:30ക്കല്ലല്ലോ പറയുന്നത്, ഞാൻ താമസിച്ചാണല്ലോ പറയുന്നത് എന്നുള്ളൊരു തോട്ട് എനിക്ക് ഭയങ്കര വിഷമമായി. അതിനുശേഷം ഞാൻ 5:30 തന്നെ കറക്റ്റ് ആ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. ഞാൻ ഇത് കേൾക്കുന്നതിന് മുന്നേ എൻ്റെ വീട്ടിൽ ഞങ്ങളൊരു പുതിയ വീട് വാങ്ങണം എന്നുള്ളൊരു ചിന്തയിൽ ഞങ്ങളിങ്ങനെ കുറേ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു ഏജൻറ്റ് വഴി ഞങ്ങൾ അന്വേഷിച്ച് നടക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു വീട് ഞങ്ങൾക്ക് ആ പ്രാർത്ഥന ചൊല്ലി ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും
കറക്റ്റ് ഞങ്ങൾക്ക് ആ വീട് ആ ഏജൻറ്റ് പറഞ്ഞു തന്നു. ഞങ്ങളുടെ താമസിക്കുന്നതിന് തൊട്ട് കുറച്ചടുത്ത് തന്നെയായിരുന്നു വീട്. അങ്ങനെ ഒരു 10 ദിവസത്തിലാണ് ആ ഒരു വീടിൻ്റെ കാര്യം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്കൊരു വീട് എന്നൊരു സ്വപ്നം അവിടെ വന്നത്. ആ 10 ദിവസവും ഞങ്ങൾക്ക് 10 തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. പലതരത്തിലും വീട് വാങ്ങേണ്ട തടസ്സങ്ങളൊക്കെ ഒരുപാടുണ്ടായി. അതെല്ലാം മാതാവ് നിഷ്പ്രയാസം എടുത്തു മാറ്റി. ഇപ്പോൾ അടുത്ത ആഴ്ച ഞങ്ങളുടെ വീടിൻ്റെ എഗ്രിമെൻറ്റ് വച്ചേക്കുവാണ്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും, മാതാവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും മരണം വരെ ഞാനും എൻ്റെ കുടുംബവും മാതാവിൻ്റെ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ പത്രങ്ങൾ വാങ്ങിച്ച് എൻ്റെ കൂടെയുള്ളവർക്കും, ഞാൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകുമ്പം അവിടുത്തെ രോഗികൾക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ കാശുരൂപം അവിടുത്തെ രോഗികൾക്ക് ഞാൻ കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ നിയോഗത്തിലും അത് തന്നെയാണ് ഞാൻ വച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ അവരെ എനിക്ക് ഈ മാതാവിലോട്ട് എത്തിക്കാനായിട്ട് എന്നെ മാതാവ് ഇടയാക്കി. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, മാതാവേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണേ എന്ന് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഇതൊന്നും എൻ്റെ കഴിവ് കൊണ്ടല്ല, ഞാൻ അതിന് ഡിസേർവ്ഡ് ആണോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ മാതാവ്, എനിക്കറിയില്ല എത്രത്തോളം എന്നെ ഇങ്ങനെ ഉയർത്തി നിലനിർത്തിക്കൊണ്ട് പോകുന്നെന്ന്. അതിനെല്ലാത്തിനും മാതാവിന് 1000 നന്ദി. പിന്നെ ഞാൻ എല്ലാ മാസവും പത്രം എടുക്കാറുണ്ട്. ഒരു പത്രം ഒരു കെട്ട് ഞാൻ എൻ്റെ കൂടെയുള്ളവർക്ക് കൊടുക്കുമെങ്കിലും ബാക്കിയുള്ളതെല്ലാം മേരി ആൻറ്റി വഴി മറ്റ് സ്റ്റേറ്റിലോട്ടാണ് ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്യുന്നത്. ഇതെല്ലാം നടത്തി തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. 115 സങ്കീർത്തനം 12 തിരുവചനം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹറോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും. സോണിയ എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, സോണിയ ഏജ് ഓവറായിട്ട് തനിക്ക് ഒട്ടും തന്നെ പഠനം സാധ്യമല്ല എന്ന് ഉറപ്പുള്ള ഒരു സമയത്താണ് ഇവിടെ വന്ന് ഇനി എന്ത് എന്നുള്ളൊരു ആശങ്കയിൽ വെറുതെ പ്രാർത്ഥിച്ചു പോകാം, എനിക്കെന്തെങ്കിലും ഒരു വഴി എൻ്റെ ജീവിതത്തിൽ കാണിച്ചു തരുമെന്നുള്ളൊരാഗ്രഹത്തിൽ ഇവിടെ വന്ന് വെറുതെ പ്രാർത്ഥിച്ചു പോയതാണ്. പ്രാർത്ഥിച്ചു പോകുന്ന വഴിക്കാണ് മോൾക്ക് നേഴ്സിങ്ങിനുള്ള ഒരു സാധ്യതയുടെ ഒരു കോൾ വരുന്നത്. അവിടെ നിന്നും തൻ്റെ ജീവിതത്തിലുള്ള വ്യത്യാസങ്ങൾ അതെല്ലാം ഒരു യു-ടേണായി മകൾ ഏറ്റെടുക്കുകയാണ്. ഉടനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും തൻ്റെ നേഴ്സിംഗ് പഠനത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അപ്പോഴാണ് മനസ്സിലാകുന്നത് ഏജ് ഓവറായി കഴിയുമ്പോൾ പഠനം അത്ര സാധ്യമല്ല. പക്ഷേ ഉടമ്പടിയുടെ ഉറപ്പായിരുന്നു എല്ലാ പരീക്ഷകളിലും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുവാനും വിശ്വാസ പ്രമാണം ചൊല്ലുവാനും തനിക്ക് നഷ്ടപ്പെട്ടിരുന്ന എല്ലാ കാര്യങ്ങളും കോൺഫിഡൻസ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഈ മകൾക്ക് ലഭിച്ചതായി ഏറ്റുപറയുന്നു. ഒരു സപ്ലി പോലും വരാതെ ഇത്രയും ഒരു പ്രായത്തിൽ മകൾക്ക് പരീക്ഷ എഴുതി അവസാനിപ്പിക്കുവാനും ജയിക്കുവാനും സാധിച്ചു. ആ കോളേജിലുള്ള എല്ലാവർക്കും വേണ്ടി മകൾ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ഉടമ്പടിയിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ മകളുടെ കോളേജിൽ ആദ്യമായി അവിടെ ആ ബാച്ചിൽ എല്ലാവരും തന്നെ പാസ്സാവുകയും അവർക്ക് ഒരു നല്ല വിജയം ലഭിച്ചു എന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ, മനുഷ്യന് അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിന് സാധ്യമാണ് എന്ന് തിരുവചനത്തിലൂടെ നാം വായിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ ഡിസ്ക് ബൾജിങ് ആയി ഈ മകൾക്ക് ഒരു വലിയ ചികിത്സ തേടേണ്ടി വന്നു. എത്ര തന്നെ മരുന്ന് കഴിച്ചാലും അതിനൊരു പരിഹാരമുണ്ടാകില്ല എന്നുള്ള ഉറപ്പുള്ള അവസ്ഥയിലാണ് തനിക്ക് ആശ്രയമായി വന്നത്, പരിഹാരമായി വന്നത് അവിടുത്തെ ലേപനമോ ഔഷധമോ അല്ല, അവിടുത്തെ വചനം തന്നെയാണ് ഈ മകളെ സൗഖ്യപ്പെടുത്തിയത്. ഇവിടെ നിന്ന് ലഭിക്കുന്ന ഉടമ്പടി തൈലവും ഉടമ്പടി നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചാണ് വളരെ പെട്ടെന്ന് ഈ മകളുടെ നടുവേദന ശരിയായതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ മകളുടെ ഒരു വലിയ കാര്യമാണ് ഡെയിലി ബ്രെഡ് സമയം കഴിഞ്ഞ് പ്രാർത്ഥിക്കാറുള്ള ഒരു സ്ഥിതിവിശേഷം ഈ മകൾക്കുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർപ്പിക്കുന്നുണ്ട്, 5:30 എന്ന് പറയുന്ന സമയം 5:30 തന്നെയാണ്, അത് 5:45 6:30 അല്ല. ആ ഒരു വെളിപ്പെടൽ ഈ മകൾക്ക് ലഭിച്ചപ്പോഴാണ് കൃത്യമായിട്ട് 5:30 പ്രെയർ ആ സമയത്ത് തന്നെ ചെയ്തു തുടങ്ങിയപ്പോൾ 10 ദിവസത്തിനുള്ളിൽ അവരുടെ വീട് എന്ന ഒരു സ്വപ്നം സാധ്യമായത്.
നമുക്കിവിടെ നിന്ന് ലഭിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നൽകുന്ന ചൊവ്വാഴ്ചകളിലെ ആരാധനാ ധ്യാനങ്ങൾ നാം കൃത്യമായി കേൾക്കുകയും ആ പ്രബോധനങ്ങൾ നാം വചനങ്ങൾ എഴുതിയെടുത്ത് നാം പ്രാർത്ഥിക്കുകയും ആവർത്തിക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ വചനം സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ നാം എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എത്ര തന്നെ യോഗ്യതകളില്ലാത്ത കാര്യങ്ങളായാലും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ നമുക്കത് സാധ്യമാകും. ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിത്യതയിലേക്കാണ് ഈ പ്രാർത്ഥനാ പദ്ധതി നമ്മെ വിളിക്കുന്നത്. ഈശോ എന്നും സ്വന്തമാക്കാനുള്ള ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയാണിത്. പരിശുദ്ധ അമ്മ അതിനുവേണ്ടി നമുക്കായി മധ്യസ്ഥം ഉപേക്ഷിക്കുകയാണ്. നമുക്കെല്ലാവരും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സോണിയയുടെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.